ഹായ് നമസ്കാരം, സൈന്ധവിയാണ്. ഞാനിപ്പോൾ പറയാൻ വന്നത് എനിക്ക് അത്രയ്ക്ക് സന്തോഷം തോന്നിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ബി ഹൗസിൽ നിന്ന്. കാരണം വേറൊന്നുമല്ല, ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് പേരാണ് ആസിഫ് അലിയും അപർണയും. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ആസിഫ് അലി എന്ന് വെച്ചാൽ എനിക്കെന്തോ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് ആസിഫ് അലി. കാരണം ഭയങ്കര നാച്ചുറലായിട്ട്, കാരണം നമ്മളെ മലയാളികളെന്ന് പറയുന്നത്, ഈ മലയാളി തനിമ എന്നൊക്കെ പറയുന്നത് ആ ഒരു വാരിക്കോരി എടുത്ത് അഭിനയിക്കുന്ന ഒരു നടനാണ് ആസിഫ് അലി. അതുപോലെ അപർണ ബാലമുരളി, പുള്ളിക്കാരുടെ മിക്ക സിനിമകളും ഞാൻ തമിഴും കണ്ടിട്ടുണ്ട്, അതുപോലെ മലയാളവും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് അപർണ. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ഇവർ രണ്ടുപേരുടെ. അത് ഇവർ രണ്ടുപേരും ജോഡി ചേർന്ന മിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയ്ക്ക് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് റിലീസായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞാനത് കാണും. പിന്നെ അർജുൻ്റെ കാര്യം പറയാം, നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ബിഗ് ബോസിൽ 6-ൽ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ലൊരു മത്സരാർത്ഥി, ഭയങ്കര സ്നേഹം തോന്നിയ ഒരു കുട്ടിയാണ് അർജുൻ. പിന്നെ ആ ഡയറക്ടർ അടിപൊളിയാണ്. കാരണം പുള്ളിയെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനുള്ള യോഗ്യതയും കാര്യങ്ങളൊന്നുമില്ല. വലിയ ഇതിൽ നിൽക്കുന്നതാണ്, വലിയൊരു മനുഷ്യനാണ്. അന്നേരം ബി ഹൗസിൽ വന്ന് അവരെ പടത്തിൻ്റെ പ്രൊമോഷൻ ചെയ്തതും വളരെ സന്തോഷം, അതിൽ കാണാൻ പറ്റിയതും. കാരണം ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ കിട്ടുന്നൊരവസരമാണ് ആസിഫ് അലിയെയും അതുപോലെ അപർണേനെയും പിന്നെ അർജുനും വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ കാണാൻ പറ്റി. കാരണം ഭയങ്കര വിനയമുള്ളൊരു പയ്യനാണ് അർജുൻ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏതൊരാൾ, എൻ്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് അർജുൻ. അവൻ എപ്പോഴും പറയും അർജുൻ അർജുൻ അർജുൻ. ഇവിടെ പറയാത്ത, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബിഗ് ബോസ് 7-ൽ നിൽക്കുന്നെങ്കിൽ പോലും ഫസ്റ്റ് മുതൽ ഈ 7 വരെയുള്ള ഈ ഇത്രയും ഈ ഇതിലുള്ള മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ എൻ്റെ മോനുസിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അർജുൻ. പിന്നെ ആസിഫ് അലിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, അവനും ജീവനാണ്. അത് അവരുടെ എൻ്റെ ഫേവററ്റ് നടിയാണ് അത്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ഇവരെല്ലാവരും കണ്ടതിലും. തീർച്ചയായിട്ടും ആ പടം കണ്ടിരിക്കും. അത് ആസിഫ് അലി അപർണ കോമ്പിനേഷൻ വരുന്ന ഏതൊരു മൂവി ഞാൻ കാണും. അതെനിക്ക് അത്ര പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് അവരേത് ഡയറക്ടറുടെ ആയാലും, ഈ ഡയറക്ടറുടെ ആയാലും വേറെ ഏത് ഡയറക്ടറുടെ ആയാലും ഞാൻ ആ മൂവികളെല്ലാം കാണും. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂവി കണ്ടിരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റ.